ഒന്നും അറിയാത്ത ബാങ്ക് എക്സാംസിനെ കുറിച്ച് ഒന്നും അറിയില്ല, അതായത് സിലബസും അറിയില്ല, ഒന്നും അറിയില്ല, പൂജ്യത്തിൽ നിന്നും തുടങ്ങാൻ ആഗ്രഹിക്കുന്ന കുട്ടികളാണോ നിങ്ങൾ? യെസ്, അവർക്കുള്ളതാണ് ഈ വീഡിയോ. എന്താണ്? ഹൗ ടു സ്റ്റാർട്ട് ബാങ്ക് എക്സാം പ്രിപ്പറേഷൻ ഫ്രം സീറോ. ഒന്നുമില്ലായ്മയിൽ നിന്നും നമുക്ക് പഠിച്ചു തുടങ്ങാം. അതെങ്ങനെ അല്ലേ? അതെങ്ങനെ നോക്കാം. ആദ്യം തന്നെ നമുക്കൊരു കാര്യം അറിയണം. എന്താണത്? ഞാൻ എന്തിനാണ് പഠിക്കുന്നത്? ഞാൻ എന്തിനാണ് പഠിക്കുന്നതെന്ന് വെച്ചാൽ, ഞാൻ ഈ എക്സാമിന് പഠിച്ചാൽ എനിക്ക് ഏത് ടൈപ്പ് ജോലിയാണ് കിട്ടുക? ബാങ്ക് എക്സാമിനാണ് നിങ്ങൾ പഠിക്കുന്നത്. അപ്പോൾ നമ്മൾ നാട്ടിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ നോക്കിക്കഴിഞ്ഞാൽ SIB, എന്താ, സൗത്ത് ഇന്ത്യൻ ബാങ്ക്. അപ്പുറത്ത് തൊട്ടപ്പുറത്ത് SBI, ഒരു ഐ അപ്പുറത്തേക്ക് പോയി. എന്താണ്? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. രണ്ടും തമ്മിൽ എന്താ വ്യത്യാസം? തൊട്ടപ്പുറത്ത് പഞ്ചാബ് നാഷണൽ ബാങ്ക്, ഇവിടെ HDFC, ICC, കുറേ ബാങ്കുകൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് നാഷണലൈസ്ഡ് ബാങ്ക് ഉണ്ട്, പ്രൈവറ്റ് ബാങ്ക് ഉണ്ട്, അങ്ങനെ ഒരുപാട് ബാങ്കുകളുണ്ട്, SBI ഉണ്ട്. അപ്പൊ ഇതിലേക്കൊക്കെ എക്സാംസ് പല രീതിയിലാണ്. അപ്പൊ അതിനെയൊക്കെ കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു ധാരണ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഫസ്റ്റ് അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അണ്ടർസ്റ്റാൻഡ് ദ എക്സാം പാറ്റേൺ ആൻഡ് ദ സിലബസ്. എന്താണ് എക്സാം പാറ്റേൺ? നമ്മൾ ഏത് എക്സാമാണ് എഴുതേണ്ടതെന്ന് നമ്മൾ മനസ്സിലാക്കി. അതിനപ്പുറത്തേക്ക് ആ എക്സാമിൽ എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരിക, എന്തൊക്കെ കാര്യങ്ങളാണ് ഞാൻ പഠിക്കേണ്ടത്, അതാണ് സിലബസ്. ഇതിനെക്കുറിച്ചുള്ള ഒരു വ്യക്തമായിട്ടുള്ള ധാരണ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഒരു ചെറിയൊരു ധാരണ നമുക്കിപ്പോൾ നോക്കാം. നമുക്ക് പ്രധാനമായിട്ടും ബാങ്ക് എക്സാമിന് ചോദിക്കുന്ന ആൾക്കാരാരൊക്കെയാണ്? നമ്മൾ പഠിക്കേണ്ട പ്രധാനപ്പെട്ട ആൾക്കാരാണ് ഈ പറഞ്ഞിരിക്കുന്ന 5 ആൾക്കാർ. അതിൽ പ്രിലിംസിന് പ്രധാനമായിട്ടും വരുന്നത് റീസണിങ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, ലാസ്റ്റ് കിടക്കുന്ന ഇംഗ്ലീഷ് ലാംഗ്വേജ്. പല എക്സാമുകൾക്കും അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെറിയ മാറ്റങ്ങളുണ്ട്. എന്നിരുന്നാൽ കൂടി 3 പേര് മെയിൻ ആയിട്ടുള്ള എല്ലാ എക്സാമിൻ്റെയും പ്രിലിംസിന് ഉണ്ടാവും. പ്രിലിമിനറി എക്സാം എന്ന് പറയുന്നതിന് ആരൊക്കെ ഉണ്ടാവും? റീസണിങ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, ഇംഗ്ലീഷ്. ഇപ്പൊ നമ്മൾ RRB ബാങ്ക്സ് ഉണ്ട്, റീജിയണൽ റൂറൽ ബാങ്ക്സിലേക്ക് നമുക്ക് റീസണിങ്ങും QAയും മാത്രമേ ഉള്ളൂ. അവിടെ ഇംഗ്ലീഷ് ഇല്ല. ക്വസ്റ്റ്യൻസിന്റെ നമ്പറിലൊക്കെ വ്യത്യാസമുണ്ട്, ടൈമിലും കുറച്ച് വ്യത്യാസമുണ്ട്. ഓക്കെ, ദെൻ നമ്മൾ രണ്ടാമത്തെ ഒരു എക്സാം ഉണ്ട്. അതായത് ഇപ്പൊ നിങ്ങൾ ക്ലറിക്കൽ എക്സാമുകളാണ് എഴുതുന്നതെങ്കിലും ഓഫീസർ എക്സാമുകൾ ഏതാണെങ്കിലും നമുക്കൊരു പ്രിലിമിനറി എക്സാമിനേഷനും ഉണ്ട്, ഒരു മെയിൻസ് എക്സാമും ഉണ്ട്. പ്രിലിമിനറി എക്സാമിനേഷൻ അതൊരു ക്വാളിഫയിങ് എക്സാം ആണ്. നമ്മൾ കുറച്ച് ആൾക്കാരെ പിടിച്ച് പുറത്താക്കാനായിട്ട് നടത്തുന്ന എക്സാം. അവിടെ നിന്ന് സെലക്ട് ചെയ്യുന്ന ആൾക്കാരാണ് മെയിൻസ് എഴുതുക. മെയിൻസിന് ഈ ആൾക്കാരെല്ലാവരും ഉണ്ട് കേട്ടോ. റീസണിങ് ഉണ്ട്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ഉണ്ട്, ഇംഗ്ലീഷ് ഉണ്ട്. കൂടാതെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളാണ് ജനറൽ അവയർനെസ് ആൻഡ് ഫിനാൻഷ്യൽ അവയർനെസ്. ബാങ്കിങ് അവയർനെസ് അടക്കമാണ്. അതായത് ഒരു 6 മാസത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതാണ് ഫിനാൻഷ്യൽ റിലേറ്റഡ് ആയിട്ടും ബാങ്കിങ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നമുക്ക് എന്ത് ചെയ്യുന്നത് ഇവിടെ ചോദിക്കുക. അതും നമ്മൾ പഠിക്കണം. ചില എക്സാമുകൾക്ക് നമുക്ക് കമ്പ്യൂട്ടർ നോളേജ്, കമ്പ്യൂട്ടർ ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ നോളേജും നമുക്ക് പഠിക്കേണ്ടതായിട്ട് വരും. അപ്പൊ ഇത്ര കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നമുക്ക് പഠിക്കേണ്ടത്. ഓക്കെ, ഇതിൽ റീസണിങ്ങിൽ ഒരുപാട് സബ് പാർട്ടുകളുണ്ട്, ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിലും കുറച്ചധികം കാര്യങ്ങളുണ്ട്. അതിൻ്റെ സിലബസ് കാര്യങ്ങളെല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം? വളരെ ക്ലിയർ ആയിട്ട് എന്ത് ചെയ്യണം? പഠിച്ചിട്ട് ഉണ്ടാവണം. ഓക്കെ, ദെൻ നമ്മൾ സിലബസ് കാര്യങ്ങളൊക്കെ പഠിച്ചു. ഇനി സിലബസ് എല്ലാം നിങ്ങൾ പഠിച്ചു. ഇനി എങ്ങനെ നിങ്ങൾക്ക് ഒരു ബാങ്ക് എക്സാം ക്രാക്ക് ചെയ്യാൻ സാധിക്കും? ഓക്കെ, ആദ്യം നിങ്ങൾ സിലബസ് പഠിച്ചതിന് ശേഷം നമ്മൾ സെക്ഷൻ വൈസ് ക്വിസുകൾ ചെയ്യണം. നമ്മൾ സിലബസ് മൊത്തം പഠിച്ചിട്ടോ നിങ്ങൾ ക്ലാസ്സുകളിൽ ഇരുന്നാലോ നമുക്ക് എല്ലാ ടോപ്പിക്കും നമുക്ക് എന്താണ് തറവായിട്ട് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് അറിയണമെന്നില്ല. നമുക്ക് ബാങ്ക് എക്സാമിന് വേണ്ടത് ടൈം മാനേജ്മെൻ്റ് ആണ്. ലെസ് ടൈമിൽ, അതായത് വളരെ കുറച്ച് സമയത്തിൽ മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന കുട്ടികളാണ് എക്സാം ക്രാക്ക് ചെയ്യുക.
അപ്പോൾ അവരുടെ ടൈമും ആക്യുറസിയും സ്പീഡെല്ലാം ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? സെക്ഷൻ വൈസ് ക്വിസുകൾ ചെയ്യണം. അത് കൂടാതെ നിങ്ങൾ എന്ത് ചെയ്യണം? മോക്ക് ടെസ്റ്റ് വിത്ത് ടൈമർ. എങ്ങനെയാണോ നമ്മൾ ഒരു പ്രിലിമിനറി എക്സാമിനേഷൻ എഴുതുന്നത്, ഒരു മെയിൻസ് എക്സാം എഴുതുന്നത്, അതേ ഇമ്പോർട്ടൻസോട് കൂടി ഏറ്റവും നല്ല ക്വസ്റ്റ്യൻസ്, അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മോക്ക് ടെസ്റ്റുകൾ ചെയ്ത് പഠിച്ചിരിക്കണം. ദെൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, നമുക്ക് മുൻകാലങ്ങളിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും നമ്മൾ എന്ത് ചെയ്യണം? ചെയ്ത് പഠിക്കണം. ഇതാണ് പ്രധാനമായിട്ടും നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം. ഓക്കെ, ഇതെല്ലാം നിങ്ങൾ ചെയ്തു. ഒന്നും അറിയാത്ത ഒരു കുട്ടി സിലബസ് മൊത്തം കവർ ചെയ്യണം, വേണ്ടേ? അപ്പോൾ ആള് തറോ ആയിട്ട് ഈ കാര്യങ്ങളൊക്കെ നിങ്ങളൊരു നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു മെൻറ്ററുടെ സപ്പോർട്ടോട് കൂടിയോ അല്ലെങ്കിൽ നല്ലൊരു കോച്ചിങ്, ഓൺലൈൻ കോച്ചിങ്ങിലൂടെയൊക്കെ നിങ്ങൾക്ക് ഇത് എന്ത് ചെയ്യാം? വളരെ ഈസി ആയിട്ട് ഇതെല്ലാം നിങ്ങൾക്ക് സെറ്റാക്കി എടുക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഇതെല്ലാം കഴിഞ്ഞിട്ടും എങ്ങനെയാണ് നമ്മൾ ജോലിയിലേക്ക് എത്തുക? ഹൗ ടു ടേക്ക് എ നെക്സ്റ്റ് ലെവൽ? ഒരു ഷോർട്ട് കട്ടും ഇല്ല. പ്രാക്ടീസ് മേക്സ് പെർഫെക്റ്റ്. അത്രയേ ഉള്ളൂ. നമ്മൾ പരിശ്രമിക്കുക, ചെയ്ത് തന്നെ പഠിക്കണം. നമ്മൾ വീണിടത്തു നിന്നും എങ്ങനെയാണ് എഴുന്നേറ്റ് വീണ്ടും നടക്കും, വീണ്ടും വീഴും, വീണ്ടും നടക്കും, അല്ലേ? സെയിം. പ്രാക്ടീസ് മേക്ക് പെർഫെക്റ്റ്. അപ്പൊ നമ്മളുടെ മുന്നിൽ പാഴാക്കി കളയാൻ അധികം സമയമൊന്നുമില്ല. എല്ലാവരും നമ്മൾ ജോലിയെല്ലാം കിട്ടുന്ന എല്ലാവരും സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ നിന്നാണ്? സീറോയിൽ നിന്നാണ്. ആ സീറോയിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുക? നന്നായിട്ട് പഠിച്ച് ഇമ്പ്രൂവ് ചെയ്ത് ഇന്ന് നിങ്ങൾ ഈ കാണുന്ന നിലയിൽ അവരെല്ലാവരും എത്തിച്ചേർന്നിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്കും സാധിക്കും. ഓക്കെ, നമ്മളുടെ ബാങ്ക് ജോലി ആർക്കൊക്കെ നേടാം? സാധ്യതകൾ, മികച്ച കരിയറിനായിട്ടുള്ള ആദ്യത്തെ ചുവടുവെപ്പ്. ഈ വരുന്ന 16-ാം തീയതി രാത്രി 8 മണിക്ക് നിങ്ങളുടെ ഡൗട്ടുകൾ, കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്ത് തരാനായിട്ടും ബാങ്കിങ് ജോലിയിലേക്ക് എങ്ങനെ പ്രവേശിക്കാം, ആർക്കൊക്കെ ചെയ്യാം, ആർക്കൊക്കെ എഴുതാം, അങ്ങനെ എല്ലാ കാര്യങ്ങളെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ എന്ന ഒരു വെബിനാർ, ഫ്രീ വെബിനാർ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഞാൻ നയിക്കുന്ന വെബിനാറാണ്. ഓക്കെ, അപ്പൊ ഇതിന് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിലേക്ക് രജിസ്റ്റർ ചെയ്യാനായിട്ടുള്ള ലിങ്ക് ഉണ്ട്. തികച്ചും സൗജന്യമായിട്ടുള്ള ഒരു വെബിനാറാണ്. അപ്പൊ എല്ലാവരെയും ആ വെബിനാറിലേക്ക് ഞാൻ എന്ത് ചെയ്യാണ്? വെൽക്കം ചെയ്യാണ്. ഓക്കെ, അത് കൂടാതെ വിഷുവാണ് വരുന്നത്, അല്ലേ? അപ്പോൾ ഈ വിഷുവിന് നിങ്ങൾക്ക് എല്ലാവർക്കും എൻട്രിയുടെ വക ഒരു വിഷ്കൈ നീട്ടമുണ്ട്. എന്താണെന്നല്ലേ? കോഴ്സുകൾക്ക് 15% ഡിസ്കൗണ്ട്. അത് കൂടാതെ കോഴ്സുകൾ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും സെലക്ട് ചെയ്യുന്ന ഒരാൾക്ക് 3,999 ഒരു ടൂർ പാക്കേജും നിങ്ങൾക്ക് വിഷ്കൈ നീട്ടമായിട്ട് എൻട്രി തരുന്നുണ്ട്. അപ്പോൾ ഈ അവസരം എല്ലാവരും എന്ത് ചെയ്യണം? വിനിയോഗിക്കണം. അപ്പോൾ നമ്മളുടെ എൻട്രിയുടെ വിഷ്കൈ നീട്ടമായിട്ട് കോഴ്സിന് ഡിസ്കൗണ്ടും ഒരു ടൂർ പാക്കേജും നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവരും നല്ല ഉഷാറായിട്ടിരുന്ന് പഠിക്കുക. ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം? നമ്മളെ കൗൺസിലിംഗ് ടീമിൻ്റെ നമ്പറാണ് 7736122215 എന്നുള്ള നമ്പറിലേക്ക് ധൈര്യമായിട്ട് കോൺടാക്ട് ചെയ്തോളൂ. നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് നമ്മളുടെ കൗൺസിലിംഗ് ടീം റെഡിയാണ്. നിങ്ങളുടെ എന്ത് ഡൗട്ടുകൾ ഉണ്ടെങ്കിലും എന്ത് ചെയ്യാം? എക്സാംസിനെ കുറിച്ചായിക്കോട്ടെ, എക്സാം പാറ്റേണെ കുറിച്ചായിക്കോട്ടെ, അങ്ങനത്തെ കോഴ്സുകളെ കുറിച്ചായിക്കോട്ടെ, ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ഈ നമ്പറിലേക്ക് ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ ഈ വരുന്ന 2025 എല്ലാവർക്കും നല്ലൊരു വർഷമാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.